ഹലോ, വെൽക്കം ടു ദിഷ സ്ട്രീം വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അരേലിയ പ്ലാന്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഓഫ് അരേലിയ പ്ലാന്റ്സ് ആണുള്ളത്. ഒരെണ്ണം ബോൾ അരേലിയ പറയും, അത് ഈ മോഡലാണ് ബോൾ അരേലിയ. പിന്നെ അരേലിയയുടെ തന്നെ വെരിഗേറ്റഡ് വേർഷനിൽ പെടുന്നതാണ്, അതാണ് ഈ മോഡൽ. അങ്ങനെ 2 മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ അരേലിയെ കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ, ഇതിൻ്റെ കെയർ, ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ. ഈ ടൈപ്പ് അരേലിയയിൽ 3 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. യെല്ലോ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ യെല്ലോ ഷെയ്ഡുന്നുണ്ട്. ഇത് യെല്ലോ കളറിലുള്ള അരേലിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരേലിയ പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബോൾ ഷേപ്പിൽ തന്നെ താൻ വളർന്നോളും. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തു കൊടുക്കണ്ട. എന്നാലും ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബോൾ ഷേപ്പിൽ തന്നെ വളർന്നു വരുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ബോൾ അരേലിയ. പിന്നെ നമ്മുടെ ഈ അരേലിയ പ്ലാന്റ് നമുക്ക് വെയിലത്ത് വെച്ചാലും ഒരു പ്രശ്നമില്ല. നല്ല വെയിലത്ത് ഇരിക്കുമ്പോൾ നല്ല ഷെയ്ഡ്, നല്ല യെല്ലോ കളറായിട്ട് വരും. അതുപോലെ തന്നെ വെള്ളം നമ്മൾ ഡെയിലി നന്നായിട്ട് വെള്ളം കൊടുക്കണം. പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചട്ടിയിൽ ഇപ്പോൾ മഴ കൊള്ളുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മുടെ ഈ പ്ലാന്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. നമുക്ക് ഒരു പ്ലാന്റ് ഉണ്ടായാൽ തന്നെ ഒരുപാട് നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ നമുക്ക് ഇതിൽ തന്നെ വെട്ടി പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഈ പ്ലാന്റിൻ്റെ വളപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടി തന്നെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത്. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മാത്രമല്ല, നമ്മൾ വെക്കുമ്പോൾ തന്നെ പോട്ടി മിക്സായിട്ട് ചാണകപ്പൊടി മണ്ണും കൂട്ടി കലർത്തിയ മിശ്രിതത്തിൽ നമ്മൾ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട്, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ പ്ലാന്റ് വളർന്നോളും. ഇതാണ് നമ്മുടെ അരേലിയയിലെ വേറെ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വെരിഗേറ്റഡ് വേർഷൻ എന്നാണ് പറയുന്നത്. വെരിഗേറ്റഡ് വേർഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കണ്ടില്ലേ 2 കളർ കൂടി വരുന്നതാണ്. വെള്ളയും പച്ചയും കൂടി മിക്സ് ചെയ്ത് വരുന്ന കാരണമാണ് അതിനങ്ങനെ വെരിഗേറ്റഡ് വേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഏറ്റവും ചെറിയ ലീഫാണ് വരുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടി വലിയ ടൈപ്പ് മോഡൽസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ മോഡലുള്ളത്. ഇതും അതെ, നമുക്ക് നല്ല ഭംഗിയിൽ സെറ്റാക്കി ബുഷിയാക്കി വട്ടത്തിൽ ഇങ്ങനെ ബോൾ ഷേപ്പിൽ തന്നെ വെട്ടി നിർത്തി വളർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് എന്നൊക്കെ വെച്ചാൽ നമുക്ക് നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് തന്നെ നമുക്ക് ഈ പ്ലാന്റിനെ വെക്കാം കേട്ടോ. നല്ല സൺലൈറ്റ് ഉണ്ടായാൽ തന്നെയാണ് നല്ല ബുഷിയായിട്ട് വളരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യമായാലും നമുക്ക് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ മഴക്കാലമൊക്കെ ആയാൽ ശ്രദ്ധിക്കുക, നമ്മുടെ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. അപ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല. പിന്നെ വേണ്ടത് വളപ്രയോഗമാണ്. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല രസത്തിൽ നല്ല ബുഷിയായിട്ട് വളർന്നോളും. പിന്നെ വെട്ടി കൊടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് വെട്ടി കൊടുത്താൽ തന്നെ നല്ല രസമായിട്ട് ഉണ്ടായിക്കോളും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കൊമ്പാണ് എനിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഇത്രയധികം പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുത്തത്. വേറെ സ്ഥലത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉള്ളതിൽ ഞാൻ വലുതുള്ളത് എടുത്ത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കമ്പ് മതി, നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തത്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് പ്ലാന്റ്സ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അത് നമുക്കിനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്കതിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ഇന്നൊരു ഒരു പീസ് എടുത്തിട്ട് വെട്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ ഒരു കഷ്ണം മതി നമുക്കൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് കുഴിച്ചിടുമ്പോൾ നിറയെ വളമൊന്നും ഇടണ്ട കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഗാർഡൻ സോയിലിൽ എടുത്തിട്ടാക്കിയാലും നമുക്ക് പിടിച്ച് കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടോളൂ, പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ചാണകപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ വളമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിത് പിടിച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്കൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ വളം ശരിക്കും ചാണകപ്പൊടിയൊക്കെ കുറച്ച് കൂടുതലിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയിൽ തന്നെ പിടിച്ചു കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇത് കുഴിച്ചിട്ടുണ്ട്.
കുഴിച്ചിടുമ്പോൾ കട നന്നായിട്ട് മണ്ണൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ, ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുഴിച്ചിട്ടതിന് ശേഷം നമ്മളിത് തണലത്ത് വെക്കണം. ആദ്യം തന്നെ വെയിലത്ത് കൊണ്ട് വെക്കരുത്. തണലത്ത് വെച്ച് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാൻ പാടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ തണലത്ത് വെച്ചിട്ട് പിന്നെ ഡെയിലി നമ്മളൊന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക. അല്ലാണ്ട് വെറുതെ കുറേ കുത്തനെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ കട ഇളകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ച് എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് തെളിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലെ കവറിൽ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ള ചെടികളാണ്. ഇതൊക്കെ വളർന്ന് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ചെടികളെ പോലെ നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നോളും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്ത് നല്ല ഷേപ്പിൽ നിർത്തിയാൽ നല്ല രസമായിട്ട് തന്നെ നല്ല ബുഷിയായിട്ട് തന്നെ ഈ ചെടികളായിക്കോളും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്